പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമുകളിൽ ഒന്നായ മംഗലം ഡാമിനെ ലക്ഷ്യമാക്കിയാണ് ഈ യാത്ര. നവംബർ മുതൽ മാർച്ച് വരെയാണ് കേരള ടൂറിസത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം. ചെറിയ തണുപ്പും മഞ്ഞുമൊക്കെ യാത്രയുടെ സന്തോഷത്തെ ഏറെ വർദ്ധിപ്പിക്കും. വടക്കഞ്ചേരി എത്തുന്നതിന് മുമ്പ് നെന്മാറയിലേക്കും മംഗലം ഡാമിലേക്കുമുള്ള വഴിയാണിത്. മുടപ്പല്ലൂരിൽ നിന്നും 10 കിലോമീറ്റർ ദൂരെയാണ് മംഗലം ഡാം. ഡാമിലേക്കുള്ള എൻട്രി ആണിത്. ഈ ആൽമരം നോക്കൂ, വളരെ പരന്നു കിടക്കുന്ന, തണൽ നിറയ്ക്കുന്ന, നിറയെ ശാഖകളുള്ള ആൽമരം. ഡാമിലേക്കുള്ള വഴി. മരങ്ങൾ വേനലിനെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. ഇലകളൊക്കെ പഴുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ സമയങ്ങളിലെ പ്രകൃതിയുടെ ഭാവം അതൊന്ന് വേറെ തന്നെയാണ്. ഇളം മഞ്ഞ നിറത്തോടു കൂടിയാണ് പ്രകൃതിയെ കാണാൻ കഴിയുക. ഇലകളൊക്കെ കൊഴിയാൻ തുടങ്ങുന്നു. ഭൂമി പതുക്കെ വേനലിനെ ആനയിക്കുകയാണ്. വരണ്ട പ്രതലങ്ങളും ചൂടുമൊക്കെയായി ഋതുസംക്രമണത്തിന്റെ മറ്റൊരു മുഖം. ഓരോ ഡാമും അതിന്റെ പരിസരങ്ങളും നൽകുന്ന ദൃശ്യ ഭംഗി അതൊന്ന് വേറെയാണ്. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിൽ വണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയായ ഗായത്രി പുഴയുടെ പോഷക നദിയായ മംഗലം പുഴയുടെ ഒരു കൈവഴിയായ ചെറുകുന്ന് പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് മംഗലം ഡാം. 1.5 കിലോമീറ്റർ വിസ്തീർണത്തിൽ പരന്നു കിടക്കുന്ന ഡാമിന്റെ ഹൈറ്റ് എന്നത് 48.8 മീറ്റർ ആണ്. സങ്കീർണമായ ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് മികവിന്റെ നേർക്കാഴ്ചയായ ഡാം പണി പൂർത്തിയാക്കിയത്. 25.34 മില്യൺ ക്യൂബിക് മീറ്റർ സംഭരണ ശേഷിയാണ് ഡാമിനുള്ളത്. ഏകദേശം 6880 ഹെക്ടർ കൃഷിഭൂമിയിലെ ജലലഭ്യത ഡാം ഉറപ്പുവരുത്തുന്നു. തദ്ദേശീയ കൃഷിയുടെ വളർച്ച ഈ ഡാമിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മാത്രമല്ല, സമ്പന്നമായ ഫ്ലോറ ആൻഡ് ഫോണ നിലനിർത്തുന്നതിൽ ഈ ഡാമിനുള്ള പങ്ക് ചെറുതല്ല. കൃഷി ആവശ്യങ്ങൾക്കുള്ള ഒരു കനാൽ ആലത്തൂർ താലൂക്ക് കേന്ദ്രീകരിച്ച് 1966 തുറക്കപ്പെട്ടു. 2007 പ്രളയത്തിൽ മംഗലം ഡാമിനടുത്തുള്ള കവളപ്പാറയിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായി. 59 പേരുടെ ജീവനെടുത്ത ദുരന്തത്തിൽ 30-ലധികം വീടുകൾ തകർന്നു. 11 പേരെ കണ്ടെത്താനായില്ല. വളരെ രസകരമായ വാക്കിംഗ് പാത്താണിത്. തണലേറ്റ് കിളികളുടെ കളകൂജനങ്ങൾ കേട്ട് ഡാമിന്റെ മനോഹാരിത കണ്ടുകൊണ്ടുള്ള ഒരു നൃത്തം മനം കുളിർപ്പിക്കുന്ന അനുഭവമാണിത്.
ഈ കാഴ്ച എത്ര സുന്ദരമാണ്. അപ്പുറത്തെ മലനിരകൾ കണ്ട് ഡാമിന്റെ ശാന്തതയും രമ്യതയും ആസ്വദിക്കാം. വ്യൂ പോയിന്റാണിത്. സായം സന്ധികളിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നാം അറിയാതെ മറ്റൊരു ലോകത്തേക്ക് നാം ആനയിക്കപ്പെടും. പ്രകൃതിയുടെ വന്യതയും ഗൂഢഭാവങ്ങളും നമ്മെ എതിരേൽക്കും. ലോകത്തിന്റെ ഏതോ ഒരറ്റത്താണ് നമ്മളെന്ന് തോന്നിപ്പോകും. അപ്പോൾ മുളകൾ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണിത്. എന്റെയൊക്കെ ബാല്യകാലങ്ങളിൽ ഇതേറെ കേട്ടിട്ടുണ്ട്. മുളം കൂട്ടങ്ങളും അന്നേറെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മുളം കൂട്ടങ്ങളും കാണാക്കാഴ്ചയാകുന്നു. ഇണ ചേർന്ന് കിടക്കുന്ന വലിയ രണ്ട് സർപ്പങ്ങളെ പോലെയില്ലേ ഇത്? ഏറെ കൗതുകകരമായ കാഴ്ചയാണിത്. ഇത്തരം പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. പക്ഷെ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കാണുന്ന സുഖകരമല്ലാത്ത ഒട്ടേറെ കാഴ്ചകളുണ്ട്. ഇപ്പോൾ തീർത്തും അരോചകമായ കാഴ്ചകൾ. പ്രേമങ്ങൾക്കോ സൗഹൃദങ്ങൾക്കോ ഞാനെതിരല്ല. ഇതിപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക് കൂട്ടുകാരുമൊത്തോ ഫാമിലികളായോ പോകാൻ പറ്റാത്ത തരത്തിലുള്ള ദൃശ്യങ്ങളാണ്. സ്വതന്ത്രമായി നടന്ന് കാഴ്ചകൾ കാണാനോ വീഡിയോ എടുക്കാനോ പറ്റാത്ത തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇത്തരം പൊതുയിടങ്ങളിൽ പോകുന്നവരോട് ഒരു അഭ്യർത്ഥനയുണ്ട്.
ഇത് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും വന്ന് ആസ്വദിക്കാനുള്ള ഇടങ്ങളാണ്. ഒരല്പം ശാന്തതയ്ക്കും മനസുഖത്തിനുമാണ് ഇവിടങ്ങളിൽ വരുന്നത്. അതിന് ഭംഗം വരുത്തരുത്. സ്വകാര്യത ആവശ്യമുള്ളവർ അതിന് പറ്റുന്ന ഇടങ്ങളിലേക്ക് പോകണം. അതല്ലേ അതിന്റെ മാന്യത. ഇത്തരം പ്രവണത ഒരിടത്തല്ല, സന്ദർശിച്ച എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇതിനൊക്കെ ഒരു മാറ്റം വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.